ഹലോ ഗൈസ്, നമ്മളങ്ങനെ തെങ്കാശിയിലൂടെയുള്ള യാത്ര തുടരുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ തെങ്കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, പിന്നെ നമ്മൾ 5 ഫാൾസ്, ഓൾഡ് കുற்றாலம், മെയിൻ ഫാൾസ് തുടങ്ങിയ തെങ്കാശിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ വീഡിയോസ് മുന്നത്തെ പാർട്ടിലുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കാണാൻ മറക്കല്ലേ. ഇനി നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കാണ് കേട്ടോ, കൊല്ലം ജില്ലയിലേക്കാണ്. ഇവിടെ നിന്ന് വളരെ അടുത്താണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടുള്ളൊരു പേരാണ് പാലരുവി വെള്ളച്ചാട്ടം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. നമുക്ക് 5 ഫാൾസിൻ്റെ അവിടെ നിന്നും 29 കിലോമീറ്ററാണ് പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ കൊല്ലം ജില്ല ആസ്ഥാനത്ത് നിന്നാണെങ്കിൽ 78 കിലോമീറ്ററും, പുനലൂരിൽ നിന്നാണെങ്കിൽ 36 കിലോമീറ്ററും, പിന്നെ പ്രശസ്തമായ തെന്മലയിൽ നിന്നാണെങ്കിൽ 16 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. നമ്മുടെ നാട്ടിലേക്കൊന്ന് കടന്ന് നമ്മുടെ നാട്ടിലെ KSRTCയും നമ്മുടെ നാട്ടിലെ ഭാഷയൊക്കെ എഴുതിയ കടകളൊക്കെ കാണുന്നതിന് ഒരു പ്രത്യേക ഫീലാണ്. ഞങ്ങൾക്ക് ഈ യാത്ര വളരെ സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം നമ്മൾ ഈ ബൈക്കും കൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ ഇവിടേക്ക് എത്തിയത്. ഈ പാലരുവി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഴ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ ആ മഴയുടെ ഇതൊക്കെ അനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. പാർക്കിംഗ് സ്ഥലത്ത് എത്തിയപ്പോഴേ മനസ്സിലായി നല്ല തിരക്കാണെന്നുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, അധികവും മലയാളികൾ തന്നെയാണ്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ധാരാളം പേരുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടി കൊണ്ടുവച്ച ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നു. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ ഒരാളുടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 70 രൂപയാണ്. പിന്നെ നമ്മൾ ബൈക്കിൽ വന്നുകൊണ്ട് തന്നെ പാർക്കിംഗ് ചാർജായിട്ട് 25 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള വണ്ടികളുടെയും ഫീസും കാര്യങ്ങളൊക്കെ തന്നെ ആ ബോർഡിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ വൈകുന്നേരം 4 വരെയാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് വനം വകുപ്പിൻ്റെ കീഴിലുള്ള ഈ വാഹനത്തിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ അവിടെ ചെന്നിട്ടുള്ളവരൊക്കെ വാഹനത്തിൽ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാരെയും കൊണ്ട് വാഹനം തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു 20 മിനിറ്റ് കൂടുമ്പോഴും വാഹനം വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം വരി നിൽക്കേണ്ടി വന്നു കേട്ടോ. കുറേ നേരം നിന്ന് കാത്തു. പിന്നെ ഇപ്പോൾ ഇരുന്ന് കാത്തിരിക്കാനുള്ള അവസ്ഥയായി. അപ്പോൾ ഓരോ ബസ്സിലും 30 പേര് വീതമേ ഒരു സമയം കയറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പുറകിലാകുന്നത്. അതൊരു കണക്ക് നന്നായി, കാരണം വാഹനത്തിലൊക്കെ നല്ല സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാമല്ലോ. അപ്പോൾ കാട്ടിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇനി നെറ്റ്വർക്ക് പോയാലും നിർത്തിട്ട് അന്നത്തേക്കുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ബസ്സെങ്കിലും കിട്ടുന്ന കയറി തൊട്ടടുത്തെത്തിയപ്പോൾ ജസ്റ്റ് മിസ്, നമുക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ആ ബസ്സും പോയി. പിന്നെ സാരമില്ല, ഇനിയിപ്പോൾ അടുത്തവർ വരുമ്പോൾ സീറ്റ് ഉറപ്പാണല്ലോ, ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നിന്ന് കയറാമെന്ന് കരുതി അങ്ങ് ആശ്വസിച്ച് നിന്നു. തൊട്ട് പിന്നാലെ തന്നെ അടുത്ത ബസ് വന്നു കേട്ടോ. കാരണം 2-3 ബസ്സുകൾ ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ബസ്സിൽ കയറിയിട്ടോ. അങ്ങനെ ഏകദേശം ഒരു നടുഭാഗത്തൊക്കെ ആയിട്ട് പോയി സീറ്റൊക്കെ പിടിച്ചു. ഇനി നമ്മൾ 4 കിലോമീറ്ററോളം കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു. നിബിഡ വനത്തിനുള്ളിൽ കൂടെയുള്ളൊരു യാത്ര ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. നമ്മൾ എൻട്രി ഫീസ് കൊടുക്കുമ്പോൾ ആ ഒരു ഫീസിനകത്ത് ഈ ഒരു ബസ്സിൻ്റെ ചാർജും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടത്തേക്കാളും വലിയ ക്യൂ ആണ് അവിടെ ഉള്ളത്, തിരിച്ച് ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ബസ് അവിടെ തിരിച്ചു, നമ്മളവിടെ ഇറങ്ങി. അപ്പോൾ ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാട്ടിലേക്ക് പിന്നെ നടക്കാനുണ്ട്. ലേശം കൂടെ മുന്നോട്ട് നടക്കാനുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന്. ഈ ഒരു വെള്ളച്ചാട്ടം വനവകുപ്പിൻ്റെ കീഴിലാണെന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ. ഇവിടെയും കാടാണ്, മൊത്തത്തിൽ കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മളീ പോകുന്ന വശത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു അരുവി പോലെ ആ വെള്ളച്ചാട്ടം ഒഴുകി പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് ചെറിയ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരിവിടെ വരുമ്പോൾ അവരുടെ കുതിരകളെയൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബിൽഡിങ്ങുകളാണ് ഇപ്പുറത്തെ വശത്തുണ്ടായിരുന്നത്. താഴേക്കൊക്കെ കുറേ പേര് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടുന്ന് നോക്കിയാൽ കാണാം കേട്ടോ. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നൊന്നുമില്ല, നനയ്ക്കേണ്ടെന്ന് ഓർത്തിട്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലേഡീസിന് ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഡ്രസ്സ് മാറാനായിട്ട്. അപ്പോൾ ഇവിടുന്നേ നമുക്ക് പാല് പോലെ വരുന്ന വെള്ളച്ചാട്ടത്തിനെ കാണാം കേട്ടോ. വെറുതെ അല്ല പാലരുവി എന്നുള്ള പേര് കിട്ടിയത്, കാരണം ഇത്ര ഉയരത്തിൽ നിന്ന് പാല് പോലെ പതിക്കുന്നത് കൊണ്ടാണ് പാലരുവി എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒത്തിരി വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നേരെ ചോട്ടിലൊക്കെ പോയി കുളിക്കേണ്ടവർക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഇതിൻ്റെ മേലേക്കുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോവാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ ഈ ഉയർച്ചയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. 300 അടി ഉയരമാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളത് കേട്ടോ. ഭയങ്കര രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ വെള്ളം പതിക്കുന്നതിൻ്റെ ഒരു ഒച്ചയും അതിൻ്റെ ഒരു ഈർപ്പവും അവിടുത്തെ ഒരു കൂളിംഗ് ഒക്കെ ഒരു പ്രത്യേക എഫക്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ളവർ വരുമ്പോഴത്തേക്ക് ഫോട്ടോസിനൊക്കെ മാറിക്കൊടുക്കാനുണ്ട്. അപ്പോൾ താഴെയായിട്ട് വെള്ളം പതിക്കുന്നിടത്ത് ധാരാളം പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ലേഡീസിനും ജെൻസിനുമായിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശക്തമായ മഴയുള്ളപ്പോൾ ഇവിടെ നേരെ ചോട്ടിൽ നിന്ന് കുളിക്കാനൊന്നും അനുവദിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ 2 പയ്യന്മാർ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഏതാണെന്ന് നോക്കിയാലോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ച ശേഷം നമ്മൾ നേരെ താഴേക്ക് പോകണം കേട്ടോ. നല്ല മഴക്കാറ് വരുന്നുണ്ട്. എപ്പോഴാണ് മഴ കിട്ടുമെന്ന് അറിയില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചിവിടെ വന്ന് ഇവിടെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് ഭയങ്കര ഒരു മഴ കിട്ടി. അങ്ങനെ പിന്നെ ഇവിടെയുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നു. പിന്നെ ബസ് വന്നപ്പോൾ ആകെ ഒരു ഓട്ടോ ആയിരുന്നു. പിന്നെ ക്യൂ ഒന്നും നോക്കാൻ നിന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്ന പോലെ തിരിച്ച് കുറച്ചധികം പേരും കൂടെ കയറ്റുന്നുണ്ട്. അങ്ങനെ കിട്ടിയൊരു ബസ്സിൽ നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ട് മഴ പെയ്തിട്ടില്ലായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഏരിയയിലാണ് നല്ല മഴ കിട്ടിയത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പോട്ട് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് നേരം നിൽക്കാമെന്ന് കരുതി. കുറച്ച് നേരം സമയം ചിലവഴിക്കുകയും ചെയ്യാം, ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ പേരെന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കുറേ പച്ചപ്പ് പറഞ്ഞ പാടവും അതിന് പുറകിലായിട്ട് ഇതുപോലെ മലകളും അതിനിടയിൽ കൂടെ വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ബീമും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു സ്ഥലം. നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. അതിലേ പോകുന്ന കുറേ പേരും അവിടെ ഇതേപോലെ തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഇനി മറ്റൊരു സ്ഥലത്തൂടെ പോകാനുള്ളതുകൊണ്ട് ഇവിടുന്ന് പിന്നെയും പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് പുഷ്പ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഈ അമ്പലം തെങ്കാശിക്ക് അടുത്തുള്ള തിരുമലയാർ കോവിൽ. അപ്പോൾ ഈ കോവിലിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടായിട്ട് അടുത്ത വീഡിയോയിലിടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.